ഇന്നത്തെ രാഷ്ട്രീയ വർത്തമാനത്തിൽ നമ്മളോടൊപ്പമുള്ളത് കേരള രാഷ്ട്രീയത്തിലെ, പ്രത്യേകിച്ചും എൻ ഡി എയുടെ BJPയുടെ രാഷ്ട്രീയത്തിലെ ഒരു സൂപ്പർ സ്റ്റാറാണ്. സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ന് 16ാം നിയമസഭയിൽ 3 BJP MLA-മാരുണ്ട്. രണ്ടുപേരെക്കുറിച്ച് നമ്മൾ വേണ്ടുവോളം കേട്ടിട്ടുണ്ട്. ഒന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ്. മറ്റൊരാൾ കഴക്കൂട്ടത്തിൻ്റെ MLA വി മുരളീധരനാണ്. മുൻ കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ്. മറ്റൊരാൾ ആരാണ്? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരുപക്ഷെ നമ്മുടെ ചിന്തകളിലോ അല്ലെങ്കിൽ എക്സിറ്റ് പോളുകളിലോ ഒക്കെ നിറഞ്ഞു നിൽക്കാത്ത, ഒരു സ്റ്റാർ മണ്ഡലമല്ലാത്ത ചാത്തന്നൂർ പോലുള്ള ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ജയിച്ചു വന്നിട്ടുള്ള ഒരാളാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. അതെ, BB ഗോപകുമാർ. അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. നമുക്ക് ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാനുമുണ്ട്. നമസ്കാരം. നിലവിലെ വിജയം ചരിത്ര പ്രാധാന്യമുള്ള വിജയമാണ്. BJPക്ക് 3 MLA-മാരെ കേരള നിയമസഭയിലേക്ക് എത്തിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ. മറ്റ് വടക്കൻ മേഖലയിലോട്ടൊക്കെ പോകുമ്പോൾ BJP അനായാസം എന്ന് പറഞ്ഞാൽ പോലും ശക്തിയായി ഫൈറ്റ് ചെയ്ത് തന്നെ അവർ പറഞ്ഞ സമയത്ത് തന്നെ പ്രാവർത്തികമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരള മണ്ണിൽ എന്തുകൊണ്ടോ അത്രത്തോളം വേരോട്ടം ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. ആ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടാണ് ഇപ്പോൾ ചാത്തന്നൂർ ഇത്തരത്തിലൊരു തിളക്കമാർന്ന വിജയം താങ്കളിലൂടെ കൈവശം വന്നിരിക്കുന്നത്. എങ്ങനെ കാണുന്നു ഈ വിജയത്തെ? ഇത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ചരിത്രപരമായ വിജയം തന്നെയാണ്. അടിസ്ഥാനപരമായ ഒരു കമ്മ്യൂണിസ്റ്റ് മണ്ഡലം, ആ മണ്ഡലം രൂപീകൃതമായ കാലഘട്ടം മുതൽ അധിക സമയവും തിരഞ്ഞെടുപ്പുകളിൽ LDF മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. 2016 ഞാനവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായി വളരെ യാദൃച്ഛികമായി മത്സരിക്കുന്നു. 16 2ാം സ്ഥാനം വന്നു. അതിന് തൊട്ട് മുമ്പ് 3000 വോട്ട് 33,000-ലേക്ക് മാറുന്നു. 21 വീണ്ടും 10,000 വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് അത് 42,000 വോട്ടിലേക്ക് മാറുന്നു. 10,000-ഓളം വോട്ടിൻ്റെ വ്യത്യാസം. ഇപ്പോൾ വീണ്ടും ഒരു 10,000 വോട്ട് കൂടി 42,000 എന്ന് പറഞ്ഞാൽ 52. അപ്പോൾ 2016-26 വോട്ട് ഷെയറിൽ വന്ന ഒരു മാറ്റം ചാത്തന്നൂരുണ്ട്. അല്ല, ആ സമയമൊക്കെ വോട്ട് കുറഞ്ഞത് ഏത് കക്ഷിക്കായിരുന്നു? ഇടതുപക്ഷത്തിനായിരുന്നോ അതേ കോൺഗ്രസിനായിരുന്നോ വോട്ട് കുറഞ്ഞത്? രണ്ട് കൂട്ടർക്കും കുറഞ്ഞു. തുടക്കത്തിൽ 2016 ഗണ്യമായി കുറഞ്ഞത് UDF-നാണ്. കാര്യം 2011 ഇപ്പോൾ സംസ്ഥാന മന്ത്രിയായിരിക്കുന്ന ബിന്ദു കൃഷ്ണ, ആ നാട്ടുകാരിയാണ്, ചാത്തന്നൂർക്കാരിയാണ്. ബിന്ദു കൃഷ്ണ അവിടെ മത്സരിക്കുമ്പോൾ 47,000 വോട്ടുണ്ടായിരുന്നു. 2016 അത് 30,000-ആയിട്ട് കുറഞ്ഞു. ശ്രീ സൂര്യനാട് രാജശേഖരനാണ് അന്ന് മത്സരിച്ചത്. രണ്ടാമത് മത്സരിക്കുന്നത് 21 മത്സരിക്കുന്നത് ശ്രീ പീതാംബരക്കുറുപ്പാണ്. അന്ന് UDF-ൻ്റെ വോട്ട് 3,000 കൂടി, 30 എന്നുള്ളത് 33,000-ആയി. LDF-ൻ്റെ വോട്ട് കുറഞ്ഞു, 33,000. BJPയുടെ വോട്ട് 2016 21 ആയപ്പോഴത്തേക്ക് 42,000-ആയി മാറി. അതാണ് ഞാൻ പറഞ്ഞത്, രണ്ട് കൂട്ടരുടെയും വോട്ട് ചാത്തന്നൂരിൽ കുറഞ്ഞില്ല. ഏറ്റവും ആദ്യം കുറഞ്ഞത് UDF-നാണെന്ന് മാത്രമേ ഉള്ളൂ. അതെനിക്ക് തോന്നുന്നു UDF രാഷ്ട്രീയത്തിൽ നിന്നും കളം മാറി BJPയിലേക്ക് വന്നതുകൊണ്ട് അവിടെ നിന്ന് സ്നേഹനിധികളായിട്ടുള്ള ഒരുപാട് പേരുണ്ടാവല്ലോ, സുഹൃത്തുക്കളുണ്ടാവും. അങ്ങനെ വോട്ടിലേക്ക് വന്നതായിരിക്കാം സ്വാഭാവികമായും. മാത്രമല്ല, താങ്കളുടെ ഒരു പ്രൊഫൈൽ പരിശോധിക്കുമ്പോൾ താങ്കളൊരു അധ്യാപകനായിരുന്നു. ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ ആ സ്കൂളിൽ തന്നെ 1,000-1,500-ലധികം വിദ്യാർത്ഥികളുണ്ടാകും. ഒരു പക്ഷേ ആ നാട്ടിലെ വിദ്യാർത്ഥികൾ, പ്രദേശവാസികൾ തന്നെയായിരിക്കും കൂടുതൽ വിദ്യാർത്ഥികൾ. അവരുടെ രക്ഷകർത്താക്കളൊക്കെ ഒരു വോട്ട് ബാങ്കാണ്. ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരിക്കുമ്പോൾ നിർണായകമായി സ്വാധീനം ചെലുത്താൻ കഴിയും. അതോടൊപ്പം തന്നെ SNDP യൂണിയൻ്റെയൊക്കെ ചുമതല വഹിക്കുന്ന ഒരാൾ കൂടിയൊക്കെ ആയിരുന്നു. അതൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ, വോട്ടിങ്ങിനെയൊക്കെ നിർണായകമായി സ്വാധീനിച്ചിട്ടുണ്ടോ? അപ്പോൾ ഞാൻ ചാത്തന്നൂർ SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപിതമായ കാലഘട്ടം 2003-ലാണ് ആ വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിതമായത്. SN ട്രസ്റ്റ്. അതിന് തൊട്ട് മുമ്പ് ഞാൻ ജോലിയിൽ പ്രവേശിക്കുന്നത് ചെമ്പഴന്തി സ്കൂളിലാണ്. SN ട്രസ്റ്റിന് തന്നെ ചെമ്പഴന്തി സ്കൂളിലാണ് പ്രവേശിക്കുന്നത്. 2003 ആ സ്കൂൾ ആരംഭിക്കുമ്പോഴാണ് ഞാൻ അവിടുത്തെ പ്രഥമാധ്യാപകൻ്റെ ചുമതലയിലേക്ക് മാറി അങ്ങോട്ട് മാറുന്നത്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി 1000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന 1000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ്. 1996 മുതൽ SNDP യോഗം ചാത്തന്നൂർ യൂണിയൻ്റെ സെക്രട്ടറിയായി 99 വരെ സെക്രട്ടറി,
പിന്നീട് 99 മുതൽ ഇപ്പോൾ വരെ യൂണിയൻ്റെ പ്രസിഡൻ്റായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. 54 ശാഖായോഗങ്ങളുണ്ട് യൂണിയൻ അതിർത്തിയിൽ. അതിൽ ഒരു പഞ്ചായത്ത് ഒഴികെ ബാക്കിയെല്ലാം ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിലാണ്. പൂയപ്പള്ളി പഞ്ചായത്ത് അത് കൊട്ടാരക്കര SNDP യൂണിയനിൽപ്പെട്ടതാണ്. ബാക്കിയെല്ലാം പഞ്ചായത്തുകളും പരവും മുനിസിപ്പാലിറ്റിയും നമ്മുടെ തന്നെ യൂണിയൻ അതിർത്തിയിൽപ്പെട്ടതാണ്. 54 ശാഖയുണ്ട്. BJPയുടെ സംഘടനാ പ്രവർത്തനത്തോടൊപ്പം തന്നെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ പ്രവർത്തനം, അത് എന്നെ കൊണ്ടുവന്നത് അങ്ങനെയാണ്. 2016 ഞാൻ BJP സ്ഥാനാർത്ഥിയാകുന്നത് അത്തരത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ പരിശ്രമം എപ്പോഴും അവിടെയുണ്ട്. ഒപ്പം ഇതും രണ്ടും ഒരു പ്രധാനപ്പെട്ട ഘടകമായി തന്നെ ഉണ്ട്. ആ ബന്ധങ്ങൾ നമുക്കതേപോലെയുണ്ട്. ആ ബന്ധങ്ങൾ തന്നെയാണ് 3000 നിന്ന് 33,000 മാറാൻ സംഘടനാ പ്രവർത്തനം, ഒപ്പം ഇത്തരം ബന്ധങ്ങളുമൊക്കെ ഒരു SNDPയിൽ സജീവ പ്രവർത്തകനായി നിൽക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഒരു BDJS രാഷ്ട്രീയം സ്വീകരിക്കാതെ BJP എന്നുള്ള ഒരു രാഷ്ട്രീയം സ്വീകരിക്കാനുള്ള പ്രധാന കാരണം? അല്ല, ഞാൻ 95-2000 ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ സ്വന്തം നാട് മീനാട്, അവിടെ നിന്നുള്ള ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് രാജ് ആക്ട് നടപ്പിലാക്കിയതിന് ശേഷം ആദ്യം നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഭാരതൊട്ടാകെ. അന്ന് ഞാൻ എൻ്റെ സ്വന്തം വാർഡിൽ നിന്ന് പഞ്ചായത്ത് മെമ്പറായി. അതും ഇത് ചാത്തന്നൂരിൻ്റെ കാര്യം പറയാൻ നടക്കാം. മീനാട് എന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മാത്രമേ ആ വാർഡിൽ നിന്ന് വിജയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെയാണ് ഞാൻ 39 വോട്ടിന് വിജയിച്ച് ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായി, ചാത്തന്നൂർ പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറായി. പിന്നീട് അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരുന്നു. പാർട്ടിയുടെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു, ചാത്തന്നൂർ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗമായിരുന്നു. അതൊക്കെ 2016 വരെ അങ്ങനെയൊക്കെ വിവിധ തലങ്ങളിൽ ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇഷ്ടിക നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് എന്ന് പറയുന്ന എൻ്റെ പ്രദേശത്തെ ഒരു യൂണിയൻ ഉണ്ടാക്കി അതിൻ്റെ പ്രസിഡൻ്റായിട്ടൊക്കെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 4 പതിറ്റാണ്ടായി ചാത്തന്നൂരിലെ പൊതുരംഗത്ത്, അത് രാഷ്ട്രീയമായാലും സാമുദായികമായാലും സാമൂഹ്യമായാലും ആ മേഖലകളിലൊക്കെ പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് ചാത്തന്നൂരിലെ ജനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനൊക്കെ അവർ നല്ല പിന്തുണയും സഹകരണവും എൻ്റെ പൊതുരംഗത്ത് നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ ഒരു രാഷ്ട്രീയ അരങ്ങേറ്റം എന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്നാണ്. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് പൊതുവേ നമ്മൾ തമാശയായിട്ടൊക്കെ പറയാറുണ്ട്, ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നൊക്കെ ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്. കോൺഗ്രസ് അതുപോലെ തന്നെ ഒരു കോൺഗ്രസ് മുക്ത ഭാരതം സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണ്. അത് കൃത്യമായി അവർ നിർവഹിക്കുന്നുണ്ട്. പല മേഖലകളിലും പല സംസ്ഥാനങ്ങളിലുമൊക്കെ അത് പ്രാവർത്തികമാക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്ത് പ്രത്യേകതയാണ് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നും വിഭിന്നമായി ഇവിടെ വരുമ്പോൾ BJP രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ താങ്കൾക്ക് തോന്നിയിട്ടുള്ളത്? കോൺഗ്രസിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും വ്യതിചലിച്ചു. അതേസമയം BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ദേശീയതയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എവിടെയായാലും ദേശീയതയ്ക്കെതിരെ നിൽക്കുന്ന ഏതിനെയും എതിർക്കുക, അവിടെ അധികാരം ഒരു പ്രശ്നമല്ല. ഭാരതം നിലനിൽക്കണം, ഭാരതത്തിൻ്റെ ദേശീയത നിലനിൽക്കണം. രാഷ്ട്രത്തിനാണ് പ്രഥമ പരിഗണന കൊടുക്കുന്നത്, അധികാരത്തിനല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്നെ ആകർഷിച്ചൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ദേശീയത, രാഷ്ട്രമാദ്യം, പിന്നീട് ബാക്കിയെല്ലാം. അപ്പോൾ ആ രാഷ്ട്ര താല്പര്യത്തിന് മുൻനിർത്തിക്കൊണ്ട് പോകുന്നൊരു പ്രസ്ഥാനം എന്ന രീതിയിൽ ഒരു വേറിട്ട പ്രസ്ഥാനമാണ് BJP. അത് തന്നെയാണ് എനിക്ക് കൂടുതൽ ആകർഷകമായി തോന്നിയിട്ടുള്ളത്.